ആർത്തവ സമയത്ത് വരുന്ന വേദനകൾ അല്ലെങ്കിൽ പെയിൻഫുൾ പീരിയഡ്സ് പല സ്ത്രീകളും ഒരു വലിയ പ്രശ്നമായിട്ട് പലപ്പോഴും പറയാറുണ്ട്. ആൻഡ് അവരെ പ്രത്യേകിച്ച് നമ്മുടെ മോഡേൺ സൊസൈറ്റിയിൽ എല്ലാവരും വർക്കിംഗ് വിമൻ ആണല്ലോ വളരെയധികം പേര്. അപ്പോൾ അവർക്കത് വളരെ വലിയ ഡിഫിക്കൽറ്റീസ് പലപ്പോഴും അവരുടെ ജോലികൾ ചെയ്യാനും ഒക്കെ ആയിട്ട് പറയാറുണ്ട്. ഡോക്ടർ പ്രീതിയുടെ എക്സ്പീരിയൻസിൽ ഇതൊരു വലിയ പ്രശ്നമാണോ? ഇതെങ്ങനെയാണ് നമ്മൾ സാധാരണ കൈകാര്യം ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇന്നത്തെ സൊസൈറ്റിയിൽ സ്ത്രീകൾ പെയിൻഫുൾ പീരീഡ് ആയിട്ട് വളരെ കോമൺ ആയിട്ട് ഡോക്ടറിനെ വന്ന് കാണാറുണ്ട്. സ്ത്രീക്ക് മാത്രമല്ല, അവരെ എംപ്ലോയ് ചെയ്തിരിക്കുന്ന എംപ്ലോയറിനും ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ പലയിടത്തും മെറ്റേണിറ്റി ലീവ് പോലെ തന്നെ പീരീഡ് ലീവ്, മെൻസ്ട്രൽ ലീവ് എന്ന് പറഞ്ഞ ലീവും സാങ്ഷനായി വരുന്നുണ്ട്. അപ്പം എംപ്ലോയറിന് വലിയ ലോസാണ് അവരുടെ ഒരു എംപ്ലോയി പീരീഡ് കാരണം ലീവ് എടുക്കുന്നത്. അപ്പം നമ്മുടെ സമൂഹത്തിന് മൊത്തം ഒരു ആവശ്യമാണ് ഇപ്പം പീരീഡ് പെയിൻ കൺട്രോൾ വെക്കുക എന്നുള്ളത്. പണ്ടത്തെ കാലത്തെ പോലെ സ്ത്രീകൾ പീരീഡുള്ള സമയത്ത് വീട്ടിൽ നിന്ന് റെസ്റ്റ് ചെയ്യുമല്ല, ഇപ്പോൾ അവർക്ക് ജോലിക്ക് പോകണം. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രശ്നമാണ്. പീരീഡ് പെയിൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ 2 കാരണങ്ങളുണ്ട്. അവർക്ക് യൂട്രൈൻ കൺട്രാക്ഷൻസ് കൂടുതലായിട്ട് വരും പീരീഡ് സമയത്ത്. അതിൻ്റെ ഒരു കാരണം പ്രോസ്റ്റഗ്ലാൻഡിൻ റിലീസ് കൂടുതലായതാണ്. അപ്പോൾ പ്രോസ്റ്റഗ്ലാൻഡിൻ ആണ് യൂട്രൈൻ കൺട്രാക്ഷൻസ് അധികമായിട്ട് ഉണ്ടാക്കുന്നത്. പീരീഡ് പെയിൻ 2 തരത്തിലുണ്ട്. ഒന്ന് പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയും, വേറൊന്ന് സെക്കൻഡറി ഡിസ്മെനോറിയ. അപ്പോൾ പ്രൈമറി ഡിസ്മെനോറിയ എന്ന് വെച്ചാൽ മിക്ക സ്ത്രീകൾക്കും യൂഷ്വലായി കാണുന്ന നോർമൽ പീരീഡ് പെയിനെയാണ് അതിന് പറയുന്നത്. അതിന് അണ്ടർലൈങ് ആയിട്ട് വേറെ പ്രോബ്ലംസ് ഒന്നും കാണുകയില്ല. മിക്കവർക്കും പീരീഡിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ഡേയിൽ ഉണ്ടാകുന്ന പെയിനാണത്. ഈ പ്രോസ്റ്റഗ്ലാൻഡിൻ റിലീസ് കാരണമാണ് ഉണ്ടാകുന്നത്. കൂടുതലും ടീനേജേഴ്സിലും യങ്ങർ ഫീമെയിൽസിലൊക്കെ ഇതാണ് അതിൻ്റെ റീസൺ. സെക്കൻഡറി ഡിസ്മെനോറിയ അല്ലെങ്കിൽ സെക്കൻഡറി കോസ് എന്ന് പറയുമ്പോൾ അത് വേറൊരു അണ്ടർലൈൻ പത്തോളജി ഉള്ളത് കൊണ്ടാണ് അവർക്ക് ആ പെയിൻ ഉണ്ടാകുന്നത്. അതിന് യൂഷ്വലി പല കാരണങ്ങളുണ്ട്. ഒന്ന്, സ്ത്രീകളിൽ കാണുന്ന അഡിനോമയോസിസ് എന്ന കണ്ടീഷൻ, യൂട്രസിലുള്ള ഫൈബ്രോയിഡുകൾ, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്ന കണ്ടീഷൻ, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്, അതുപോലെ തന്നെ സ്ട്രെസ് കൂടുതലായിട്ടുള്ള സ്ത്രീകൾക്കും ഓവർ വെയിറ്റ് ഒബേസിറ്റി ഉള്ളവർക്കും ഒക്കെ ഈ പെയിൻഫുൾ പീരീഡ് കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ ഹോർമോണൽ ഇംബാലൻസ്, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസും ഇത് വളരെ കോമൺ ആണ്. അപ്പോൾ അത് കാരണം നമുക്ക് പീരീഡ് വളരെ ഇറഗുലർ ആയിട്ട് വരികയും വരുമ്പോൾ അത് വളരെ ഹെവി ആൻഡ് പെയിൻഫുൾ ആയി വരികയും ചെയ്യാറുണ്ട്. അപ്പോൾ പല സ്ത്രീകൾക്കും നമുക്ക് 2-3 മാസത്തിലൊരിക്കലായിരിക്കും പീരീഡ് വരുന്നത്. അപ്പോൾ അവർക്ക് ആ പീരീഡ് വരുമ്പോൾ അത് എക്സ്ട്രീംലി പെയിൻഫുള്ളും ഹെവിയും ആകും. ഇങ്ങനെ അണ്ടർലൈങ് ആയിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഈ പെയിൻഫുൾ പീരീഡ് ഉണ്ടാകാം. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. അപ്പോൾ ഈ പ്രശ്നം ഉള്ള സ്ത്രീകൾ അവർ എപ്പോഴാണ് ഒരു ഡോക്ടറിനെ സമീപിക്കേണ്ടത്? കാരണം എല്ലാ സമയത്തും എപ്പോഴും ഡോക്ടറിനടിക്ക് ഓടിച്ചെല്ലാൻ പറ്റിയല്ലോ. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും റെഡ് ഫ്ലാഗ്സ് ഉണ്ടോ? അല്ലെങ്കിൽ അവർ എപ്പോഴാണ് ഒരു ഡോക്ടറിന്റെ ഹെൽപ്പ് തേടേണ്ടത്? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും പീരീഡ് പെയിൻഫുൾ ആകുമ്പോൾ അത് നോർമലാണെന്ന് പറഞ്ഞ് വീട്ടിലെല്ലാവരും സെൽഫ് ട്രീറ്റ്മെൻ്റ് ആണ് എടുക്കാറ്. പക്ഷെ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു സെക്കൻഡറി കോസ് ഉണ്ട്, അല്ലെങ്കിൽ അണ്ടർലൈങ് ആയിട്ടൊരു പ്രോബ്ലം ഉണ്ടെന്ന് സംശയമുള്ളപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. അതിൻ്റെ ലക്ഷണങ്ങളാണ് നമുക്ക് കുറേ വർഷങ്ങളായിട്ട് പെയിൻഫുൾ അല്ലാതെ പോയിരുന്ന പീരീഡ് പെട്ടെന്ന് പെയിൻഫുൾ ആകുക, അതായത് സഡൻ ഓൺസെറ്റ് ആയിട്ട് പെയിൻ വരിക. പെയിൻ്റെ കൂടെ തന്നെ അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് ഹെവി പീരീഡ് ഉണ്ടാവുക, അല്ലെങ്കിൽ പെയിൻഫുൾ ഇന്റർകോഴ്സ് ബന്ധപ്പെടുമ്പോൾ വേദന ഉണ്ടാകുക. അത് അസോസിയേറ്റഡ് സിംറ്റം ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണണം. അതുപോലെ തന്നെ പീരീഡിൻ്റെ പെയിൻ അത്യധികമായതുകൊണ്ട് നമുക്കത് ഡെയിലി ആക്ടിവിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നു. നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡെയിലി റുട്ടീനെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനൊരു മെഡിക്കൽ ഹെൽപ്പ് തേടേണ്ടതാണ്. അപ്പോൾ ഈ പ്രശ്നത്തിന് വേണ്ടി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ നമ്മൾ മോഡേൺ മെഡിസിനിൽ ഉള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, പെയിൻഫുൾ പീരീഡ്സ് വളരെ യങ് ആയിട്ടുള്ള ടീനേജ് കുട്ടികളിൽ മുതൽ ഒരു നല്ല ചെറുപ്പക്കാരിൽ തന്നെ 80% പേരിലും കാണുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അവരെല്ലാവരും ഡോക്ടറിനെ കാണേണ്ട ആവശ്യമില്ല. അവർക്ക് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ പീരീഡ് ആവുന്നതിൻ്റെ ഒരു 1 വീക്ക് ബിഫോർ തന്നെ അഡിക്വേറ്റ് ഹൈഡ്രേഷൻ, വെള്ളം ധാരാളം കുടിക്കുക, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എടുക്കുക. അത് അവരുടെ പീരീഡ് പെയിനെ ഒരു ഗണ്യമായ തോതിൽ കുറയ്ക്കും. അതുപോലെ തന്നെ റെഗുലർ എക്സസൈസും സ്ട്രെച്ചിങ്ങും യോഗയൊക്കെ ചെയ്യുന്നവരിൽ പെയിൻഫുൾ പീരീഡ് കുറവാണെന്നാണ് കാണിക്കുന്നത്. പിന്നെ ഹോട്ട് വാട്ടർ ബാഗ് ഡെഫിനറ്റ്ലി, നല്ലൊരു ഹോട്ട് വാട്ടർ ബാഗ് വയറിൻ്റെ മുകളിൽ വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ അത് പെയിന് നല്ല രീതിയിൽ സഹായിക്കും. പിന്നെ ചെറിയ തോതിലുള്ള പെയിൻ കില്ലേഴ്സ് എടുക്കുവാൻ സാധിക്കും. ടാബ്ലറ്റ്സ് എന്നുള്ള രീതിയിൽ NSAIDs, മെഫിനാമിക് ആസിഡ് കണ്ടെയ്നിങ് പിൽസ്, അല്ലെങ്കിൽ ഐബുപ്രോഫൻ കണ്ടെയ്നിങ് പിൽസ് നമുക്ക് ആവശ്യമനുസരിച്ച് ദിവസം 1 അല്ലെങ്കിൽ 2 നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതിന് പലപ്പോഴും ഡോക്ടറിനെ കാണാതെ തന്നെ സെൽഫ് മെഡിക്കേഷൻ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ലോങ് ആയിട്ട് എല്ലാ മാസവും ഇങ്ങനെ പെയിൻ കില്ലേഴ്സ് എടുക്കേണ്ടി വരുവാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷമേ അത് എടുക്കാവുള്ളൂ. ഡോക്ടറിനെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല, പ്രശ്നങ്ങളില്ലാത്തവർക്ക് നമുക്ക് ടാബ്ലറ്റ്സ് ഹോർമോൺ രീതിയിലും അവൈലബിൾ ആണ്. സിമ്പിൾ പെയിൻ കില്ലേഴ്സ് കൊണ്ട് പെയിൻ മാറുന്നില്ലെങ്കിൽ നമുക്ക് ഹോർമോണൽ പിൽസ് എടുക്കുമ്പോൾ ഒരു നല്ല പരിധി വരെ സ്ത്രീകൾക്ക് പെയിൻഫുൾ പീരീഡ് മാറും. അത് റെഗുലറായിട്ട് 21 ഡേയ്സ് എടുക്കുന്ന പിൽസാണ്. അതെടുത്തിട്ട് വിഡ്രോവൽ ബ്ലീഡ് ആയിട്ട് വരുന്ന ബ്ലീഡിങ്ങിൽ യൂഷ്വലി പെയിൻ കാണാറില്ല. അപ്പോൾ ടീനേജേഴ്സിൽ മുകളിൽ പ്രായമുള്ളവർക്ക് നമുക്ക് ഈ പിൽസ് സേഫായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മളിങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റീവ് ലൈഫ്, നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് ഒന്നും കൂടെ നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും.